അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ടോപ്പിക്ക് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന ടോപ്പിക്കാണ്. പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും. ഓക്കെ, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കൽ സയൻസിൽ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന ഭാഗം 31ാമത്തെ ക്ലാസ്സാണ്. 31ാമത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGSൻ്റെ അതുപോലെ വെബ്കോ LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാതാണ്. നിങ്ങൾക്ക് PDF നോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന തള്ള് അല്ലെങ്കിൽ വലിയാണ് എന്ത് പറയുന്നത്, ബലം എന്ന് പറയുന്നത്. അപ്പോൾ വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന തള്ള്, ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും, അതിൽ നമ്മൾ വലിച്ചെടുക്കുക അല്ലെങ്കിൽ തള്ളുകയോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബലം എന്ന് പറയുന്നത്. ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് വെച്ചാൽ ഡൈൻ, DYNE, ഡൈൻ. അടുത്ത, പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏത് എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ബലമാണ്. ഓക്കെ, അടുത്ത, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ചോദിച്ചാൽ ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അടുത്ത, എന്താണ് അഡ്ഹീഷൻ എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് അഡ്ഹീഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ജലത്തുള്ളികൾ ജനൽ ഗ്ലാസ്സിൽ ഒട്ടി നിൽക്കുന്ന ബലത്തെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത് അഡ്ഹീഷൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. എന്താണ് കൊഹീഷൻ എന്ന് ചോദിച്ചാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഉദാഹരണം, ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ബലത്തെയാണ് എന്ന് പറയുന്നത് കൊഹീഷൻ എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ ബലം എന്തെന്ന് നോക്കാം, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഭൂമി ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലമാണ് ഇത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമി ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലമാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഗുരുത്വാകർഷണ ബലം ആവിഷ്കരിച്ചതാണ് ഐസക് ന്യൂട്ടൻ എന്ന് ഓർത്തിരിക്കുക. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം ആ വസ്തുവിൻ്റെ ഭാരമാണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളാണെന്ന് ഓർത്ത് വയ്ക്കുക. എന്നാൽ ഭാരം കുറച്ച് അനുഭവപ്പെടുന്ന എവിടെയാണ്, ഭൂമധ്യ പ്രദേശങ്ങളിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, മറന്നു പോരുത്, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലും ഭാരം കുറച്ച് അനുഭവപ്പെടുന്നത് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്കറിയാം, ഭൂമിയുടെ നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്, പോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഇക്വേറ്റർ, എല്ലാം സാങ്കല്പികമാണ്, സാങ്കല്പിക രേഖയാണ്. അപ്പോൾ അതിനകത്ത് ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ഭാരം കുറച്ച് അനുഭവപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയെന്ന് വെച്ചാൽ ധ്രുവ പ്രദേശങ്ങൾ വെച്ചിരിക്കുന്ന സാധനത്തിനാണ് ഭാരം കൂടുതലും. ഈ സാധനം ഇവിടെ ഇക്വേറ്ററിൽ വരുമ്പോൾ ഇത് ഭാരം കുറവായിരിക്കുമെന്ന് ഓർത്ത് വയ്ക്കുക, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. സ്പ്രിംഗ് ബാലൻസിൻ്റെ അടിസ്ഥാന നിയമം ഏതെന്ന് വെച്ചാൽ ഹൂക്സ് നിയമം ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വെച്ച് പഠിച്ചുള്ള. സ്പ്രിംഗ് ബാലൻസിൻ്റെ അടിസ്ഥാന നിയമം ഏതെന്ന് വെച്ചാൽ ഹൂക്സ് നിയമം എന്ന് ഓർത്ത് വയ്ക്കുക. പ്രവർത്തനത്തിന് പിന്നിലെ സാധാരണ ത്രാസ് അതായത് കോമൺ ബാലൻസ് ഉപയോഗിച്ചുള്ള അളവിനെയാണ് വസ്തുവിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത്. അടുത്ത്, സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ച് അളക്കുന്ന വസ്തുവിൻ്റെ ഭാരം കണക്കാക്കുന്നത്, വസ്തുവിൻ്റെ ഭാരം വെയിറ്റ് ഈക്വൽ ടു M×G. M എന്ന് പറഞ്ഞാൽ മാസ്, G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി. ഓക്കെ, അടുത്ത്, ഭൗമ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും വസ്തുവിൻ്റെ ഭാരത്തെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, ഭൗമ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും വസ്തുവിൻ്റെ ഭാരം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഏതൊരു വസ്തുവിനും അതിൻ്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആയി കണക്കാക്കപ്പെടുന്നത് ഭൂകേന്ദ്രങ്ങളാണ്. അതായത് കണക്കാക്കപ്പെടുന്ന ബിന്ദു എന്താണ്, ഭൂഗുരുത്വ കേന്ദ്രങ്ങളാണ്. ഓക്കെ, ഭൂഗുരുത്വ കേന്ദ്രമാണെന്ന് ഓർത്തിക്കുക. അടുത്ത്, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കപ്പെടുന്നതിന് കാരണം സാർവത്രിക ഗുരുത്വാകർഷണമാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കപ്പെടുന്നതിന് കാരണം എന്താണ്, സാർവത്രിക ഗുരുത്വാകർഷണം. അപ്പോൾ എന്താണ് സാർവത്രിക ഗുരുത്വാകർഷണ നിയമം എന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിൻ്റെയും നീർ അനുപാതത്തിൻ്റെയും ഇവ തമ്മിലുള്ള അകലത്തിൻ്റെയും വർഗത്തിൻ്റെയും വിപരീത അനുപാതത്തിനുമായിരിക്കുന്നത് ഓർത്തിക്കുക. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവയുടെ അകലത്തിൻ്റെ വർഗത്തിൻ്റെ വിപരീത അനുപാതത്തിലുമാണെന്ന് ഓർത്തിക്കുക. ഓക്കെ, മാറിപ്പോകരുത്, കൃത്യമായിട്ട് ഓർത്തിക്കുക. അടുത്ത, മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അടുത്ത്, ഒരു വസ്തു സഞ്ചരിക്കുന്ന പാതയുടെ നീളമാണ് എന്ത് പറയുന്നത്, ദൂരം. ഒരു വസ്തു സഞ്ചരിക്കുന്ന പാതയുടെ നീളത്തിനെയാണ് എന്ത് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിന് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിന് അതിൻ്റെ വേഗത എന്ന് പറയുന്നത്. ഓക്കെ, വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയം. ഓക്കെ, അപ്പോൾ അതായത് യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് അതിൻ്റെ വേഗത എന്ന് പറയുന്നത്. അടുത്ത്, ഒരു പ്രത്യേക ദിശയിലേക്ക് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് സ്ഥാനാന്തരണം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്.
ഏതെങ്കിലും ഇപ്പോൾ ഈ ഭാഗത്തിരിക്കുന്ന വസ്തു ഈ റൈറ്റ് സൈഡിലേക്ക് ഈ ഭാഗത്തേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? ഈ ഭാഗത്തു നിന്ന് ഇവിടെ എത്തുകയാണെങ്കിൽ അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരണം എന്ന് പറയും. അടുത്ത് യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിൻ്റെ പ്രത്യേക ദിശയിലുണ്ടാക്കുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം, വെലോസിറ്റി എന്ന് പറയും. പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരണം ഡിവൈഡ് ബൈ ടൈം. ആ സമയത്ത് ആ പ്രത്യേക സമയത്തിൽ അതിലുണ്ടായ വ്യത്യാസത്തെയാണ് എന്ത് പറയുന്നത്? സ്ഥാനാന്തരണം അഥവാ പ്രവേഗം അഥവാ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രവേഗം കാണാൻ ലൊക്കേഷനാണ് സ്ഥാനാന്തരണം ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത്. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിൻ്റെ നിരക്കാണ് ത്വരണം അഥവാ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ത്വരണം കാണാൻ എന്ത് ചെയ്യണം? പ്രവേഗം ഡിവൈഡ് ബൈ ടൈം. പ്രവേഗമാറ്റം ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിൻ്റെ നിരക്കാണ് എന്ന് പറയുന്നത് ത്വരണം അഥവാ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അടുത്ത് വേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്വരണത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ? അടുത്ത് വർത്തുള പാതയിൽ സഞ്ചരിക്കുന്ന വസ്തു സമവേഗതയിലാണെങ്കിലും അതിൻ്റെ ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം അഥവാ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഓർത്തോക്കുക, വർത്തുള പാതയിൽ സഞ്ചരിക്കുന്ന വസ്തു വേഗതയിലാണെങ്കിലും അതിൻ്റെ ദിശയിൽ എപ്പോഴും എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കുന്നതിനാൽ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണം എന്താണെന്ന് വെച്ചാൽ അഭികേന്ദ്ര ത്വരണം അഥവാ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽക്കുന്ന ആഘാതത്തെയാണ് ആക്കം അഥവാ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസാണ്, അതിനെ എം ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. വെലോസിറ്റി പ്രവേഗം അഥവാ വെലോസിറ്റി അതിനെ വി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. എന്നാൽ ആക്കം എന്തെന്ന് ചോദിച്ചാൽ ആക്കം ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രവേഗമാണ്. ഓക്കെ, അതായത് ആക്കം ഈക്വൽ ടു മാസ് ഇൻറ്റു മാസ് ഇൻറ്റു പ്രവേഗമാണ്. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി. അടുത്ത് ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? ഓക്കെ, അടുത്ത് ജഡത്വത്തിന് കാരണം എന്ന് വെച്ചാൽ ഒന്നാം ചലന നിയമമാണ്. അപ്പോൾ ഒന്നാം ചലന നിയമം നമുക്ക് നോക്കാം. ബലത്തിൻ്റെ വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമമാണ് ഒന്നാം ചലന നിയമം എന്ന് ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് ഐസക് ന്യൂട്ടനെ കുറിച്ച് പഠിക്കണം. ഐസക് ന്യൂട്ടൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഐസക് ന്യൂട്ടൻ ജനിച്ചത് 1642 ഡിസംബർ 25 ഇംഗ്ലണ്ടിലാണ് ഐസക് ന്യൂട്ടൻ ജനിക്കുന്നത്. 1672 റോയൽ സൊസൈറ്റി ഫെല്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു വെച്ചാൽ ഐസക് ന്യൂട്ടൻ ആണ്. മുകളിലേക്ക് എറിയുന്ന കല്ല് താഴേക്ക് വീഴുന്നതിൻ്റെ കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. സൂര്യപ്രകാശത്തിൽ നിന്ന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന പുസ്തകം രചിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കാം. കണികാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൻ. ഘടകവർണ്ണങ്ങൾ കൂടി ചേർന്നാൽ സമന്വയ പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. 1727 മാർച്ച് 20 ഐസക് ന്യൂട്ടൻ അന്തരിക്കുന്നു. ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ അബയിലാണ് അന്ത്യവിശ്രമ സ്ഥലം. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യവംശത്തിലെ ഏറ്റവും ഉത്തമവും അമൂല്യമായ രത്നം എന്നാണ് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് ചലന നിയമങ്ങൾ നമുക്ക് നോക്കാം, അഥവാ ലോ ഓഫ് മോഷൻ. എക്സാമിന് ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ഏത് ചലന നിയമം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാം ചലന നിയമം എന്ത് എന്ന് ചോദിച്ചാൽ അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ ചലനത്തിലോ തുടരുന്നു എന്നതാണ് ഒന്നാം ചലന നിയമം. അതായത് അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ എന്തെങ്കിലും ഒരു ബലത്തിന് ബാഹ്യബലത്തിന് വിധേയമാകുന്നവരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലായിരിക്കും. നിശ്ചലാവസ്ഥയിലോ നേർരേഖ ചലനത്തിലോ തുടരും എന്ന് പറയുന്നതാണ് ഒന്നാം ചലന നിയമം. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചോളാം. അടുത്ത് രണ്ടാം ചലന നിയമം എന്തെന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് അതിനനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലും ആയിരിക്കും എന്ന് പറയുന്നതാണ് രണ്ടാം ചലന നിയമം. ഇനി അടുത്ത് മൂന്നാം ചലന നിയമം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയേഷൻ. എവരി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയേഷൻ. ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് മൂന്നാം ചലന നിയമം. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നതാണ് മൂന്നാം ചലന നിയമം. ഓക്കെ, അതായത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ മൂന്നാം ചലന നിയമം പ്രാവർത്തികമാണ്. കാരണം എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രമേ അതിനുള്ള റിസൾട്ട് ഉണ്ടാവൂ. ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ്
ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങളൊരു പ്രവൃത്തി ചെയ്താൽ മാത്രമേ അതിനൊരു തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാനും മാർക്ക് ചെയ്യാനും കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ 3-ാം ചലന നിയമം മനസ്സിൽ വെച്ചോളൂ. ഓക്കെ, അടുത്ത ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നിർവചനത്തിൽ ലഭിക്കുന്ന ചലന നിയമമാണ് 2-ാം ചലന നിയമം. എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത് ഏത് ചലന നിയമപ്രകാരം എന്ന് വെച്ചാൽ 2-ാം ചലന നിയമമാണ്. എഫ് എന്ന് വെച്ചാൽ ബലം അഥവാ ഫോഴ്സ്, എം എന്ന് പറഞ്ഞാൽ പിണ്ഡം അഥവാ മാസ്, എ എന്ന് പറയുന്നത് ത്വരണം അഥവാ ആക്സിലറേഷൻ. ഓക്കെ, പ്രവൃത്തി ഈക്വൽ ടു പ്രതിപ്രവർത്തനം എന്നത് 3-ാം ചലന നിയമമാണ്. പ്രവൃത്തി ഈക്വൽ ടു പ്രതിപ്രവർത്തനം. നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം എന്ന് വെച്ചാൽ 3-ാം ചലന നിയമമാണ്. ഓക്കെ, അടുത്ത എന്താണ് ബലം എന്ന് നോക്കിയാൽ ഫോഴ്സ്. വസ്തുക്കളിൽ പ്രയോഗിക്കുന്ന തള്ള് അല്ലെങ്കിൽ വലിയാണ് ബലം എന്നത് നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞതാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈനാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റുകളാണ്. ഓക്കെ, അടുത്ത് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 105 ഡൈനാണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈനാണെന്ന് വെച്ചാൽ 105. ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താ, CGS യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, 1 ന്യൂട്ടൺ 105 ഡൈനാണെന്ന് ഓർത്തിക്കുക. ബലം പ്രയോഗിക്കപ്പെട്ട വസ്തുവിന് ബലം പ്രയോഗിക്കപ്പെട്ട ദിശയിൽ സ്ഥാനാന്തരണം ഉണ്ടായാൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ പ്രവൃത്തി ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരണം. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരണം, ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അടുത്ത ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസം. 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ എന്ന് പറയുന്നത്. 1 സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് പവർ എന്ന് പറയുന്നത്. പവർ ഈക്വൽ ടു പ്രവൃത്തി അതായത് വർക്ക് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. അടുത്ത പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ എന്നോർത്തിക്കുക. പലതവണ PSC ചോദിച്ച ചോദ്യങ്ങളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. പവറിൻ്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ന്യൂക്ലിയർ ബലമാണ്. ഏറ്റവും കുറഞ്ഞ ബലം എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്നും പറഞ്ഞു. പ്രകൃതിയിലെ ഏറ്റവും ബലം കുറഞ്ഞത് എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ശക്തമായ ബലം ന്യൂക്ലിയർ ബലമാണെന്ന് ഓർത്തിക്കുക. അടുത്ത് 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 വാട്ട്. ഒരു കുതിര ശക്തി അതായത് ഹോഴ്സ് പവർ എത്ര എന്ന് വെച്ചാൽ 746 വാട്ട്. പ്രീവിയസ് ചോദ്യമാണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചുള്ള LGSന് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കുതിര ശക്തി എത്ര? ഒരു കുതിര ശക്തി എന്ന് വെച്ചാൽ 746 വാട്ടാണ്. അടുത്ത 1 കിലോ വാട്ട് എന്ന് വെച്ചാൽ 1000 വാട്ടാണ്. 1 കിലോ വാട്ട് എത്രയാണ്? 1000 വാട്ടും. 1 മെഗാ വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷം വാട്ടാണെന്ന് ഓർത്ത് വയ്ക്കുക. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻⁻10 m ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത 1 നാനോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁹ m ആണെന്ന് ഓർത്ത് വയ്ക്കുക. 1 ഫെർമി എന്ന് വെച്ചാൽ 1015 m ആണെന്ന് ഓർത്ത് വയ്ക്കുക. 1 മൈക്രോൺ എത്രയെന്ന് വെച്ചാൽ 10⁻⁻6 m എന്ന് ഓർത്ത് വയ്ക്കുക. 1 പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ 1012 m എന്നാണെന്ന് കൂടി ഓർത്തേക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കേണ്ടത് ഈ 3 എണ്ണമാണ്. 1 കുതിരശക്തി, 1 കിലോ വാട്ട്, 1 മെഗാ വാട്ട്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ള എക്സാമിനാണ്, പ്രീവിയസ് ചോദ്യമാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചുള്ള എക്സാമിന്, ഈ വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതകളാണ്. ഇപ്പോഴത്തെ എക്സാമിൻ്റെ രീതി വെച്ച് എന്ത് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഓക്കെ, അടുത്ത പോയിന്റിൽ നോക്കാം. അടുത്ത പോയിന്റ്, ഭൂമി ഒരു വസ്തുവിന്മേൽ ഭൂമി ഉപയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരവും അനുഭവപ്പെടുന്ന ധ്രുവ പ്രദേശങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്ന ഭൂമധ്യ പ്രദേശങ്ങൾ ഇക്വേറ്ററിലാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് എന്താണ് പലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി എന്ന് നോക്കാം. ആകാശഗോളത്തിൻ്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം, ആക്സിലറേഷനാണ് എന്ത് പറയുന്നത്, പലായന പ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയെന്ന് ചോദിച്ചാൽ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാൽ മാത്രമേ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് സാധനം എന്ത് ചെയ്തു, ശൂന്യ ആകാശത്തേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ഓർത്ത് വയ്ക്കാം. എന്നാൽ ചന്ദ്രനിൽ നിന്നുള്ള പലായന പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. ചന്ദ്രനിലാണെങ്കിൽ ഒരു സാധനം എത്രയാണ്, 2.4 കിലോമീറ്റർ പെർ സെക്കൻഡിൽ എറിയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ശൂന്യ ആകാശത്തേക്ക് പോകും. ഭൂമിയിൽ നിന്ന് അത് പുറത്ത് പോകണമെങ്കിൽ, ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ എറിയണം, സെക്കൻഡിൽ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡിൽ ഒരു വസ്തു എറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് പുറത്തേക്ക് പോകുള്ളൂ. പലതവണ PSC ചോദിച്ച പോയിൻ്റാണ്, കൃത്യമായി
കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത് ഏറ്റവും കൂടിയ പലായന പ്രവേഗം ഏതിനെന്ന് വെച്ചാൽ സൂര്യനാണ്. 618 km/s. സെക്കൻഡിൽ എത്രയാണ്? 618 km സ്പീഡിൽ എറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ, സാധനം പുറത്തേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം ചോദിച്ചാൽ വ്യാഴമാണ്. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം നമ്മൾ നേരത്തെ പറഞ്ഞു 0 ഓർത്ത് വയ്ക്കുക. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 6/1 ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുന്നുള്ളൂ എന്നുകൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത് ഭാരമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് താസ് എന്നും അതുപോലെ തന്നെ ഭൂഗുരുത്വാകർഷണത്തിലൂടെ മൂല്യം എത്രയെന്ന് വെച്ചാൽ 9.8 m/s² ആണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത് ഒരു വസ്തുവിൻ്റെ ഭാരം കണക്കാക്കുന്ന വെയിറ്റ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. എം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ പിണ്ഡവും അതുപോലെ ജി എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ മൂലമുള്ള ത്വരണമാണെന്ന് ഓർത്തിക്കുക. ഒരു വസ്തുവിൻ്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന ആ അക്ഷഗോളത്തിനനുസരിച്ച് മാറുന്നു. എന്നാൽ പിണ്ഡം സ്ഥിരമായിരിക്കും. വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് എന്തെന്ന് പറയുന്നത് പിണ്ഡം എന്ന അതായത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത പിണ്ഡം അഥവാ മാസ്. അടുത്ത് ഭൗമ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും വസ്തുവിൻ്റെ ഭാരം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഏതൊരു വസ്തുവിനും അതിൻ്റെ ഭാരം കേന്ദ്രീകരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ബിന്ദുവാണ് ഭൂഗുരുത്വ കേന്ദ്രം എന്ന് പറയുന്നത്. അടുത്ത പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കപ്പെടാൻ കാരണമാണ് സാർവത്രിക ഭൂഗുരുത്വാകർഷണം എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം. അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.